ഹായ് കൂട്ടുകാരെ, ഇതെവിടെയാണെന്നറിയോ? പെരിന്തൽമണ്ണയിൽ നിന്നും പട്ടാമ്പി റൂട്ടിൽ പോകുന്ന വഴി പുലാമന്തോളാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ടിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ തന്നെ കാരണം ഇവിടുത്തെ ഭംഗി കാരണമാണ്. അപ്പോൾ ഇതിലെങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ ഇവിടെ നല്ല കൂളിങ് എന്താണെന്ന് നോക്കുമ്പോൾ നിറയെ കഴുകും തോട്ടാണേ. എന്തൊരു ഭംഗിയാണ് എന്ന് പറയാൻ പറ്റും, അത്രയും ഭംഗിയാണ് ഇവിടെ കാണാൻ. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കൂളിങ്, ഈ കഴുങ്ങിൻ്റെ തണലും പിന്നെ മഴയുടെ ഒരു ചെറിയ ഇതുകൊണ്ട് തണുപ്പുണ്ട്. നല്ല വെയിലും നല്ല അന്നത്തെ ദിവസം. അപ്പോൾ ഇവിടെ അന്ന് മോൾക്ക് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വർക്ക് കിട്ടിയതാണ്. അപ്പോൾ അവൾ ആ ബ്രൈഡിന് ഒരുക്കിയും കൊണ്ടിരിക്കുകയാണ്. ഞാനിതിലേക്ക് നടന്ന് കാണാനുള്ള സമയം എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി അവിടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കാട്ടിത്തരാലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എത്ര ഭംഗിയാണ്, അത്രയും ഭംഗിയുണ്ട്. ഇത് വന്ന് കാണുന്നെ വേണം, കണ്ടാലേ ഇതിൻ്റെ അറിവ്. ഇവിടെ കല്യാണങ്ങൾ നടത്താനുള്ള ഹോളുണ്ട്. അതിൻ്റെ പുറമെ ഈ ഓരോ വീടിൻ്റെ ബാക്കിലും പുഴയാണ്. ഈ പുഴയുടെ വക്കിലും ഉണ്ട് ഇതേപോലെ ഹോളിൽ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ പ്രോഗ്രാം നടത്തും. അപ്പോൾ അതിൻ്റെതായ റേറ്റ് ഉണ്ടാവും, എന്താണെന്നും അറിയില്ല. അതുപോലെ ഇതിൽ ഓരോ വീടിൻ്റെ തൂണുകളൊക്കെ കണ്ട പഴയ ഇല്ലത്തൊക്കെ പോലെയാണ്. നല്ല ഭംഗിയാണ്, അത്രയും ഭംഗി. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ മയിലൊക്കെ നൃത്തം വെക്കില്ലേ, അത്രയും സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നി. അതേപോലെ ഞാൻ ഇതിലെങ്ങനെ പോവുക കേട്ടോ. ഇതിലേന് വഴിയെന്ന് എൻ്റെ വിചാരം. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞതിനോട് അതിലല്ല പോവുക, വേറെ നല്ല വഴിയുണ്ട് അപ്പുറത്തു കൂടെയാണ്. പിന്നെ ഞാൻ ഇതുവരെ വന്നൊന്നും ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും ബാക്കോട്ടാണ് തിരിഞ്ഞ് അങ്ങനെ പോയി. ഇവിടെ വെച്ചാൽ കുറേ കുട്ടികൾ ഊഞ്ഞാലാടുന്നുണ്ട്. അതേപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, നീന്തണമെങ്കിൽ നീന്താം, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. മലച്ചെണ്ടിനോരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാതെ ആരാത്രരാഗം അറിയാമോ പിറാക്കലെ എങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്ത് രസമാണ് കാണാനേ അറിയോ. അവിടെ കണ്ടോ സുന്ദരികൾ മേക്കപ്പ് ചെയ്തത്, അതാ സുന്ദരികൾ നിൽക്കുന്ന കണ്ടില്ലേ. നല്ല സന്തോഷത്തിലാണ് അവർ, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു, ഞാനും മോളും ബ്രൈഡും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ പുറത്തു കൂടെയൊക്കെ നടന്നു. അങ്ങനെ പുറത്തു കൂടെയൊക്കെ വന്ന് അങ്ങനെ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു ഞാൻ കുറേ നേരം. Let's
ഇതിലൂടെ ചെന്നപ്പോൾ ഒരു ചേട്ടൻ വെള്ളം ക്ലോറിൻ ചെയ്യണം അവിടെ. ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അയാൾ ക്ലോറിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. ഇതാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന ശരിക്കുള്ള വഴി. ഇവിടെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. എന്താ ഇത്? കാണാൻ നല്ല ഭംഗിയില്ലേ? അവിടെ സ്റ്റേജൊക്കെ ഉണ്ടേ. സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടക്കും. പിന്നെ അതിലെ തൂണുകളൊക്കെ കണ്ടില്ലേ? മരങ്ങം പോലെയാണ്, പക്ഷെ മരത്തൂണാണ്, അല്ലാതെ കൊമ്പും ചുള്ളിയൊന്നും ഇല്ല അതിന്. സ്റ്റേജിൻ്റെ ഉള്ളിലൂടെ കണ്ടില്ലേ പുറത്ത് ഒതുക്ക് കാണുന്നത്. ഞാൻ ആദ്യം അതിലാണ് വരാൻ നോക്കിയത്. അപ്പോൾ അതിൽ നല്ല വഴിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോന്നു. എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവയ്ക്കാനുള്ള വഴിയാവും അത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയില്ലേ? ഒരു പുഴയും പുഴയുടെ വക്കത്ത് പ്രോഗ്രാമൊക്കെ നടക്കാൻ നല്ല രസമാവില്ലേ? രാത്രിയൊക്കെ ഒന്നും കൂടെ ഭംഗി കൂടും. ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും കമൻറ്റ് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്, ഞാൻ പോവാണ് കേട്ടോ. മോളെത്തി.